Hi friends, it's me Roy Travel Tracky. ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ യൂട്യൂബിന്റെ തമ്പലയിൽ കണ്ട പോലെ നമ്മളൊരു അഡാറൊരു സ്പീക്കറിന്റെ ഒരു അൺബോക്സിംഗ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അടിപൊളിയായിട്ടൊരു മുതലാവുന്ന ഒരു സ്പീക്കർ നമ്മൾ എടുത്തത് ബോട്ടിന്റെ സ്റ്റോൺ 1000 എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ എടുത്തത്. ഈ സ്പീക്കർ കിട്ടാനുള്ള മുന്നിൽ ഒരു കഥയുണ്ട്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ രാഘവെന്നൊരു കൂട്ടുകാരൻ എനിക്കിത് തരാ ചെയ്തത്. നീ അത് യൂട്യൂബിൽ ഒന്ന് അൺബോക്സ് ചെയ്തോ, നല്ലൊരു അടിപൊളി സ്പീക്കറാണ് അത്. കാരണം അവനും ഇഷ്ടപ്പെട്ടാണ് എനിക്ക് സ്പീക്കർ തന്നത്. അതായത് ഞാൻ കിട്ടിയപ്പോൾ അത്ര വിചാരിച്ചു ഇത്ര ഭയങ്കര സംഭവം ഒന്നും വിചാരിച്ചിട്ടുണ്ടെന്നില്ല. അത് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അടിപൊളി. നമ്മൾ ഒരു രക്ഷയില്ലാതൊരു ബാസും അതിൻ്റെ സൗണ്ടും നല്ലൊരു നമുക്കൊരു ചെറിയൊരു മിനി ഹോം തിയേറ്റർ ഉണ്ടാക്കാൻ പറ്റിയ രൂപത്തിലുള്ളൊരു സ്പീക്കറാണ് നമുക്ക് ഈ ബോട്ടിൻ്റെ സ്റ്റോൺ 1000 ആണ് ഈ മോഡല്. അപ്പോൾ സമയം കളയുന്നത് നമുക്ക് നേരെ അൺബോക്സിംഗിൽ കിടക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസുകളിൽ ലിങ്കുകൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മുൻപ് പലതരത്തിലുള്ള സ്പീക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആദ്യമായിട്ടാണ് ഇത്ര അത്ഭുതമായി തോന്നിയത്. ഈ സ്പീക്കർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ ഒരു 7000 രൂപ 6000 രൂപ പ്രൈസിലാണ് നമുക്കിത് കിട്ടണത്. ഇത് നമുക്ക് ഓൺലൈൻ ഷോപ്പ് ചെയ്യുമ്പോൾ ഇത്രയും പ്രൈസ് കുറയേണ്ടത്. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു 2999 ഒരു രൂപ കുറവുണ്ട് 3000. അത്രയും ഒരു നമുക്ക് പ്രൈസ് കുറവ്, ഒരു 3000 രൂപ 3300 രൂപ കുറവ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ സാധനം. എൻ്റെ നിങ്ങൾക്ക് ആരെങ്കിലും മേടിക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കുന്ന നേരെ ആ ലിങ്കിൽ പോയി നമുക്ക് മേടിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ഒക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ്. കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി ഒക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മൊത്തമായിട്ട് തന്നെ ഇത് കാണാം. ഇതാണ് അപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ ബോക്സ്. നമുക്ക് ബോക്സിൻ്റെ സൈഡിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. 14 വാട്ട് ഡൈനാമിക് സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുക്കുന്നത്. പിന്നെ IP5 റേറ്റഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് മാത്രമാണ് ഈ സ്പീക്കർ. പിന്നെ ഈസി കൺട്രോൾ ഷിഫ്റ്റിംഗ് ഫങ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ മൈക്രോഫോൺ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സ്പീക്കേഴ്സിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻക്രെഡിബിൾ 3000 mAh ബാറ്ററിയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 3000 mAh ബാറ്ററിയാണ്. കുഴപ്പമില്ലാതൊരു ബാറ്ററി കപ്പാസിറ്റിയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് കമ്പനി പറയണത് അപ് ടു 10 hours, അതായത് അപ് ടു 10 hours നോൺ സ്റ്റോപ്പിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലേ ബാക്ക് നമുക്ക് ലഭിക്കുന്നതാണ് പറയണത്. 8 hours 3000 mAh ബാറ്ററിയിൽ. ഇത്ര മാത്രമാണ് നമ്മുടെ ബോക്സിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ളൂ. ബോക്സിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇത് അത്രമാത്രം കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബോക്സ് ഒന്ന് പയ്യെ തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്താണ്, എന്നാലും ഒന്നും കൂടി കാണിക്കുകയാണ്. എന്തൊക്കെ ഇതിൽ ഉണ്ടാവും നമുക്ക് നോക്കാം. അൺബോക്സ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഒരു കേബിളാണ്. നമ്മൾ ചാർജ് ചെയ്യേണ്ട കേബിളാണ് കൊടുത്തത്. ആദ്യം തന്നെ കണ്ടത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റോൺ 1000 എന്നാണ് സ്പീക്കർ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് എടുത്ത് നോക്കാം. അതിൻ്റെ ക്വാളിറ്റി വൈസും അതിൻ്റെ ഡിസൈൻസൊക്കെ ജസ്റ്റ് നോക്കാം. വളരെ മിനിമലായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കണത്. പിന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് പക്ക നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കർ തന്നെയാണ്. കാരണം നമ്മൾ കയ്യിൽ പിടിക്കാൻ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു ക്വാളിറ്റിയുള്ള സ്പീക്കർ തന്നെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ബോട്ടിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അതിൻ്റെ മൈക്രോഫോൺ കൊടുത്തിരുന്നത്. ഈ ഭാഗത്താണ് അതിൻ്റെ മൈക്രോഫോൺ കൊടുത്തിരുന്നത്. അതായത് നമുക്ക് കോൾസൊക്കെ വരുമ്പോൾ നമുക്ക് സ്പീക്കറിനെ യൂസ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനാണ് മൈക്രോഫോൺ കൊടുത്തിരുന്നത് അവിടെ. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പവർ കീസ്, പിന്നെ അങ്ങനത്തെ ഫങ്ഷൻ കീസിൻ്റെ ഡിസൈനാണ് കൊടുത്തിരുന്നത്. പവർ, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീസ്, പിന്നെ അതിൻ്റെ ഓരോരോ മൂഡുകൾ. ഇത് നമുക്ക് ഓക്സി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് USB അലൗഡ് അല്ല, അതിനുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അതൊരു ഡ്രോബാക്ക് ഇതിലുണ്ട്. നമുക്ക് ബ്ലൂടൂത്തും ഓക്സിനും മാത്രം ഈ സ്പീക്കർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് മുകളിൽ പിടിക്കാൻ തന്നെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ഒരു പാരൽ പോലെ. അതായത് ഇതൊരു റബ്ബറാണ്. സാധനം പിടിക്കാനൊക്കെ രസമുണ്ട്, പക്ഷേ റബ്ബറാണ് സംഭവം. അതായത് ഇവിടെ നിന്ന് കീറിപ്പോയാൽ ജസ്റ്റ് ഈ പാള കീറുന്ന പോലെ കീറിപ്പോവും. ആ ഒരു പ്രശ്നം ഇതിലുണ്ട്. പിന്നെ വടിയിലൊന്നുമില്ല. ഇപ്പുറത്തെ സൈഡിൽ ഒന്നുമില്ല, പ്ലെയിനാണ്. ആ ഡിസൈൻ മാത്രം കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് അതിൻ്റെ ഓക്സിൻ്റെയും
പിന്നെ നമ്മുടെ ചാർജിങ് കേബിളിൻ്റെയും ഇത് കൊടുക്കുന്നത് ഓപ്ഷൻ കൊടുക്കുന്നത്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതായത് ഏകദേശം കുറച്ചൊക്കെ വെള്ളം വീണാൽ ജസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അധികം വെള്ളത്തിലൊക്കെ മുക്കിയാൽ പിന്നെ സാധനം കിട്ടില്ല. ഇനി ഈ സ്പീക്കർ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഒന്നുമില്ല, സാധാ സ്പീക്കേഴ്സ് പോലെ തന്നെയാണ്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ പവർ ബട്ടൺ ഉണ്ട്, അത് 2 പ്രാവശ്യം ഞെക്കി പിടിക്കുക. ബോട്ടിൻ്റെ സെയിം ഡയലോഗൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ സ്പീക്കർ ഓൺ ആയിട്ടുണ്ട്. ഇനി മൊബൈൽ എടുത്തിട്ട് അതിൽ ബ്ലൂടൂത്ത് സെക്ഷൻ ഓൺ ആക്കാം. അതിൽ വന്നിട്ടുണ്ട് ബോട്ട് സ്റ്റോൺ 1000 വന്നിട്ടുണ്ട്. സെയിം ഡയലോഗ് തന്നെ. നമുക്കിനി എന്തെങ്കിലും പാട്ട് എന്തെങ്കിലും വെച്ച് നോക്കാം. കാതോട് കാതോരമായി നെഞ്ചോരമായി നിറയെ നീ തോരാതെ തീരാതെയായി മായാതെയായി എന്നാളുമായി പടര്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നല്ല അടിപൊളി ബാസ് തന്നെ കൊടുത്തിരുന്നത്, ഒരു രക്ഷയില്ലാത്തൊരു ബാസ് തന്നെയാണ് കൊടുത്തിരുന്നത്. അത് നിങ്ങൾക്ക് കേട്ടോന്ന് എനിക്കറിയില്ല, കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയിരിക്കില്ല. സംഭവം എൻ്റെ ഒരു അനുഭവത്തിൽ കിട്ടും. അടിപൊളി ബാസിന് നമുക്കൊരു അടിപൊളി തിയേറ്റർ, ഒരു ഹോം തിയേറ്റർ വെക്കണ പോലത്തെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ സംഭവത്തിൽ നിന്ന്. നമ്മൾ കൊടുക്കണ ക്യാഷിൻ്റെ മുതൽ തന്നെ ഈ സംഭവം ഉണ്ട്. സംഭവം 3000 രൂപ കൊടുത്താലും ഒരു നഷ്ടമില്ലാന്ന് ഞാൻ പറയാം, കാരണം അത്രയും കിട്ടും സംഭവമാണ് ഈ സംഭവം. അപ്പം നമ്മളിത് ഓൺലൈനിൽ എടുക്കുമ്പോഴാണ് നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത്. നമുക്ക് ഡയറക്റ്റ് കടയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ റേറ്റ് ഇത്രയും കൂടുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ റിവ്യൂ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. നല്ലൊരു ബ്ലൂടൂത്തിന്റെ സ്പീക്കർ തന്നെയാണ് ഈ ബോട്ടിന്റെ സ്റ്റോൺ 1000 എന്ന് പറഞ്ഞ മോഡൽ. അതിന്റെ സൗണ്ട് ക്വാളിറ്റി, പിന്നെ അതിന്റെ ബാസ് ഒരു രക്ഷയില്ലാത്തൊരു ബാസാണ്. നിങ്ങൾക്ക് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കേട്ടിരിക്കില്ല, നല്ല നമുക്ക് പുറത്തൊക്കെ വെച്ചിട്ട് ഒരു മിനി തിയേറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പ് സൗണ്ട് ക്വാളിറ്റിയാണ് അതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഒരു സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ് സംഭവം. അപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കറിൽ തന്നെ വേറെ ലെവൽ സംഭവം തന്നെ വേണ്ടി പറയാം. അത്രയ്ക്ക് നല്ല ഒരു ക്വാളിറ്റിയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ നന്നായിട്ട് ബാറ്ററി ബാക്കപ്പ് ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഇത് ആരെങ്കിലും മേടിക്കാൻ താല്പര്യം വേണ്ടി എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കാൻ ഞാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ കൊടുത്തോളൂ. എന്നാൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസുകളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.